ലുവാങ് പ്രബാങ്ങിലെ മോർണിംഗ് മാർക്കറ്റും ബുദ്ധസന്യാസിമാരും. ലുവാങ് പ്രബാങ് ലാവോസിൻ്റെ നോർത്തേൺ പ്രൊവിൻസിലുള്ള രണ്ടാമത്തെ വലിയ പട്ടണമാണ്. ഒരു കാലഘട്ടത്തിൽ ഫ്രഞ്ചുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന പ്രദേശമായിരുന്നതുകൊണ്ട് സംസ്കാരത്തിലും കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയിലുമൊക്കെ ആ ചായ്വ് നല്ലവണ്ണം ദർശിക്കാൻ കഴിയും. നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന മെക്കോങ് നദി ഈ രാജ്യത്തെയും സമ്പന്നമാക്കുന്നുണ്ട്. ഈ നദിയെ ചുറ്റിപ്പറ്റിയാണ് പട്ടണം വികസിച്ചിരിക്കുന്നതും ഹോട്ടലുകൾ ധാരാളമായി ഉള്ളതും. ഈ നദിയിലൂടെയുള്ള ബോട്ട് സവാരി ഇവിടം സന്ദർശിക്കുന്നവർ ഒഴിവാക്കാറില്ല. അത്തരത്തിലുള്ള ഒരു ബോട്ടിലാണ് ഞാനിപ്പോൾ. സന്ദർശകർ ഏറെക്കുറെ വിദേശികൾ തന്നെയാണ്. അങ്ങനെ കാറ്റുമൊക്കെ കൊണ്ട് യാത്ര ആസ്വദിച്ചിരുന്നപ്പോൾ ഒരു മുഖം എന്നിൽ വല്ലാതെ ഉടക്കി. അത് ശരിയാണ്, തിരുവനന്തപുരംകാരി ഒരു മലയാളി സിസ്റ്റർ ആയിരുന്നു അത്. എനിക്ക് ഏറെ അഭിമാനം തോന്നിയ നിമിഷമായിരുന്നു അത്. മൈലുകൾക്കപ്പുറം ഇവിടെ ദൈവവേല ചെയ്യുന്നു അവർ. പിന്നീട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. ഏതായാലും അവരുടെ സുപ്പീരിയർ സിസ്റ്റർ സുവോക് സെയ്പാസയുമായി ഞാൻ ഇപ്പോഴും ഫേസ്ബുക്ക് വഴിയും മെസ്സഞ്ചർ വഴിയും കോൺടാക്ട് ചെയ്യാറുണ്ട്. ഭാഷ ഒരു പ്രശ്നമാണെങ്കിലും. നദിയുടെ ഇരുകരകളിലും തനത് സംസ്കാരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളും ആവാസ വ്യവസ്ഥകളും ഈ നദിയിലൂടെയുള്ള യാത്രയ്ക്ക് മാറ്റുകൂട്ടുക തന്നെ ചെയ്തു. ചെന്നെത്തിയത് സുന്ദരമായ ഒരു സൂര്യാസ്തമയത്തിലേക്കായിരുന്നു. ഒരു തടസ്സവുമില്ലാതെ ഇത്ര മനോഹരമായി ഒരു അസ്തമയം അടുത്തെങ്ങും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. നാളെ വെളുപ്പിനെ ബുദ്ധസന്യാസിമാരുടെ ടക് ബാറ്റ് എന്ന പ്രഭാത ദാനധർമ്മം കാണുവാൻ പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5 മണിക്ക് തന്നെ ബുദ്ധസന്യാസിമാർ കടന്നു വരുന്ന വഴിയരികിൽ ഞാൻ എത്തി. എന്നെപ്പോലെ ധാരാളം ആൾക്കാർ വെളുപ്പിനെ ഈ അത്യപൂർവ കാഴ്ച കാണുവാനും ഫോട്ടോ എടുക്കുവാനും എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പ്. വളരെ നീളത്തിൽ വഴിയുടെ ഒരു വശത്ത് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. താഴെ ഭിക്ഷ കൊടുക്കുവാനുള്ള വസ്തുക്കളും ഭക്ഷണവും. എനിക്ക് തോന്നുന്നത് ഭക്തർക്ക് വേണ്ടി ചില കടക്കാരോ കോൺട്രാക്ടർമാരോ നടത്തുന്നതാണ് എന്ന് തോന്നുന്നു. കാരണം ഭക്തർ ഇത്തരത്തിൽ ഒരേപോലെയുള്ള പാത്രങ്ങൾ, ചോറ് കൊടുക്കുവാനുള്ള വസ്തുക്കൾ കൊണ്ടുവരുവാൻ സാധ്യതയില്ല. നിശ്ചിത ഫീസിനു വേണ്ടി ഈ നേർച്ച ഭക്തരെ കൊണ്ട് കൊടുപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. സന്യാസിമാർ വരുമ്പോൾ അവരോട് പെരുമാറേണ്ട രീതിയൊക്കെ ഒരു വാളണ്ടിയർ അവർക്ക് ക്ലാസ് എടുക്കുന്നു. ഒരു വേള എന്നോടും ഇരിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ കാത്തിരുന്നപ്പോൾ 5 മണിയായപ്പോൾ കാവിയൊക്കെ ഉടുത്ത് അതീവ തേജസ്സോടുകൂടി സന്യാസിമാർ വന്നു തുടങ്ങിയിരുന്നു. ഭക്തിയും അതിശയവും നിറഞ്ഞ കാഴ്ച. ഇവർക്ക് സ്വന്തമായി ഭക്ഷണം തയ്യാറാക്കാൻ അനുവാദമില്ലത്രേ. ഈ ദാനമാണ് അവർക്കുള്ള ഉപജീവനമാർഗം. ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിക്കാറില്ല. വളരെ ഭക്തിയോടെയാണ് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇരിക്കുന്ന മിക്ക സ്ത്രീകളുടെയും ഭർത്താക്കന്മാർ ഇത് ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ചിലരുടെ പെരുമാറ്റം കണ്ടാൽ ഭക്തിയിലുപരി ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫോട്ടോ ആണെന്ന് തോന്നിപ്പോകും. 5:30 ആരംഭിച്ച് ഏതാണ്ട് 6:45 ഇത് അവസാനിക്കും. കുട്ടി സന്യാസിമാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തോളിലെ സഞ്ചി നിറയുമ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്ന പ്ലാസ്റ്റിക് സഞ്ചിയിലേക്കും സാധനങ്ങൾ മാറ്റുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. പിന്നീട് ഞാൻ പോയത് വളരെ സജീവമായി ഇവിടെ പ്രവർത്തിക്കുന്ന മോർണിംഗ് മാർക്കറ്റിലേക്കാണ്. നമ്മൾ കാണാത്ത, ആസ്വദിക്കാത്ത ഒരുപാട് വെറൈറ്റി ഭക്ഷണ പദാർത്ഥങ്ങൾ, കലാപരമായ പാക്കിംഗ്, എല്ലാം ഫ്രഷ് ആണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടത് തന്നെ. വാഴയിലയിലെ പാക്കിംഗ് ആയതുകൊണ്ട് രുചി കൂടും തീർച്ച. ഈ ഓറഞ്ച് ജ്യൂസിന് 15 രൂപയേ ഉള്ളൂ. പലപ്പോഴായി 5-6 ഗ്ലാസ് ഞാൻ കുടിച്ചു.
എവിടെയും വറക്കലും പൊരിക്കലും. എല്ലാം മേടിച്ച് കഴിക്കണമെന്നുണ്ടായിരുന്നു. പേര് പറയാനോ എത്രമാത്രം വേണമെന്ന് പറയാനോ അറിയില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ. പന്നിയിറച്ചിയുടെ വിഭവങ്ങൾ ആണ് അധികവും. ഈ മാർക്കറ്റ് കാണുവാൻ വിദേശികളെയും കൊണ്ട് ധാരാളം ടൂർ ഗ്രൂപ്പുകൾ കൊടിയൊക്കെ പിടിച്ച് കടന്നു പോകുന്നത് കാണാമായിരുന്നു. നടന്ന് നടന്ന് വഴിയുടെ അങ്ങേയറ്റത്തെത്തിയത് ഒരു ബുദ്ധക്ഷേത്രത്തിൽ ആയിരുന്നു. അവിടെ ഇരുന്ന് അല്പം വിശ്രമിച്ചപ്പോഴാണ് ഈ കാഴ്ച കാണാനിട വന്നത്. ഒരു സ്ത്രീ ആ വൃക്ഷത്തെ പൂജിക്കുകയോ ആരാധിക്കുകയോ ഒക്കെ ചെയ്യുന്നു. വളരെ വിചിത്രമായി തോന്നി. സത്യത്തിൽ ഇത്തരം അപൂർവ കാഴ്ചകളാണ് ഇങ്ങനെയുള്ള യാത്രയുടെ ലാഭം. അടുത്തതിൽ തലസ്ഥാനമായ വിയാഞ്ചിനി.